ഞങ്ങൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ള പുട്ടാണ്. ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാങ്ങാപ്പഴം കൊണ്ടുള്ള പുട്ടാണ്. ആ മാമ്പഴം വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. മാമ്പഴം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാങ്ങ കൊണ്ടുള്ള പുട്ടുണ്ടാക്കാൻ പോകുന്നത് അതെ പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് തേങ്ങയെ, പിന്നെ ഇതാ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മറ്റേ സ്റ്റീലിൻ്റെ പാത്രമില്ല, അപ്പോൾ ഞാനിങ്ങനെ ചിരട്ടയുടെ ഇതിൻ്റെ അകത്താണ് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുക്കറിൽ വെള്ളം ഇതാ തേങ്ങ മാങ്ങ ഞാനിങ്ങനെ കുക്കർ വെച്ചിട്ടാണ്, കുക്കറിൻ്റെ മേലെയാണ് അത് വയ്ക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തിളയ്ക്കാറായതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് വാരി വെക്കാൻ പോവാണ്. ഞാനിങ്ങനെയാണ് വാരി വെക്കുന്നത്. കുറച്ച് തേങ്ങ, അപ്പോൾ എന്നിട്ട് അതിൻ്റെ കുറച്ച് മാങ്ങ ഇട്ടേ, കുറച്ച് മാങ്ങ കൂടുതലിട്ടാലും ഇത്തിരി കൂടുതൽ ഇട്ടാലും ശരിയാവില്ല. ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് വാരി വെക്കുന്നത്. മറ്റേ സ്റ്റീലിൻ്റെ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അത്. അപ്പോൾ അതിൻ്റെ മീതെ കുറച്ച് മാങ്ങയും കൂടി ഇടണേ. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും ചിരട്ടപ്പുട്ട് എന്താ പറയുന്നത് മാങ്ങയിട്ട് പുട്ട് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് എല്ലാവരും. അതുപോലെ നമ്മൾ ചക്കയും ചേർത്തിട്ട്, ഞങ്ങളൊക്കെ ചക്ക ഇട്ടിട്ട് ഇതുപോലെ പുട്ടുണ്ടാക്കും കേട്ടോ. ചക്ക ചേർത്ത് വെച്ചിട്ട് പുട്ടുണ്ടാക്കുവേ. അപ്പം ഇങ്ങനെ ചക്ക ചേർത്തിട്ടൊക്കെ നമ്മളിങ്ങനെ പുട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ചക്ക അരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മീതെ ഇച്ചിരി തേങ്ങയും കൂടെ ഇടുന്നത് നല്ലതാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. നമുക്ക് മറ്റേ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ നല്ലതാണ്, ചിരട്ടയുടെ മോഡൽ. പക്ഷേ ചിരട്ടയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണമൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ മീതെ ആവിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടാണ് വെച്ചത്. ഇതാ ഈ ഒരു രീതിയിൽ അത് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതിനെ അടച്ചൊന്നും ഞാനെന്ത് ഒരു അടയ്ക്കണമെന്നില്ല കേട്ടോ, അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മളിത് എടുക്കുവാണേ. അപ്പോൾ എടുത്തിട്ട് നമുക്ക് മാങ്ങ പുട്ട് റെഡിയാണ്. ഇതാ മാങ്ങ ഇട്ട പുട്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് മാങ്ങ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആവിയിലാക്കിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും മിക്സ് ചേർത്ത് ഇതാ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി അവർക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടി വേണം തോന്നിയാൽ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആക്കി എടുക്കാം വേണ്ടവർക്ക്.